ലോകത്തൊരു ശക്തിക്കും ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്താനാകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും ഇസ്രായേൽ സ്വന്തമാക്കിയ അയോൺ ഡോമിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇസ്രായേലിനോട് ഇറാൻ പ്രതികാരം തീർത്തത്. ഇറാന്റെ പ്രതികാരാഗ്നിയിൽ അത് കത്തിച്ചാമ്പലായിരിക്കുന്നു. ഇറാന്റെ വളർച്ച തടയാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും കളിച്ച നാറിയ കളികൾക്ക് ഇറാൻ ഇതാ പ്രതികാരം ചെയ്യുന്നു. അത് ജൂതരാഷ്ട്രത്തെ ഒന്നാകെ കുലുക്കിയിട്ടുണ്ട്. ഒരു പ്രകോപനവുമില്ലാതെ ഇറാനെ ആക്രമിച്ചിട്ട് ജൂതരാഷ്ട്രം എന്താണ് നേടിയത്? സ്വന്തം ഭരണാധികാരി പോലും ഇല്ലാത്ത, നാഥനില്ലാത്ത കളരിയായി ആ രാജ്യം മാറിയിരിക്കുന്നു. സിറിയയിലും യമനിലും ലെബനീസിലും ഒക്കെ യുദ്ധം ചെയ്യിച്ച ആത്മവിശ്വാസവുമായി നിങ്ങൾ കയറി ചെന്നത് സാക്ഷാൽ ഇറാന്റെ മുന്നിലാണ്. അമേരിക്ക പറയുന്നതും കേട്ട് ഇറാനോട് മുട്ടാൻ നോക്കിയാൽ ഇസ്രായേൽ എന്ന രാജ്യം പോലും ഇവിടെ കാണില്ലെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞു. അയൺ ഡോം എന്ന ജൂതന്റെ അഹങ്കാരത്തിന് മേൽ പതിച്ച ഇറാന്റെ മിസൈൽ നിങ്ങൾക്ക് നൽകുന്നത് വലിയ മുന്നറിയിപ്പാണ്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പ്. എങ്ങനെയായിരുന്നു ഇറാന്റെ പ്രതികാരം എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം: നിങ്ങൾ ഈ വിഷയത്തിൽ ആരുടെ പക്ഷത്താണ്? ആരുടെ പക്ഷമാണ് നിങ്ങൾക്കിതിൽ ന്യായമായിട്ട് തോന്നുന്നത്? ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്കിടയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ് ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ പരാജയം. ഇസ്രായേലിനെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിച്ചു വന്നിരുന്ന അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരാജയം പ്രകടമാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ടെല്ലവീവിലെ ഇസ്രായേലി പ്രതിരോധ ആസ്ഥാനത്ത് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ. 24 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ 2 വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇറാൻ നടത്തിയ പ്രതികാരത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഇസ്രായേലികൾ. രാജ്യത്തലവൻ നാടുവിട്ട് സ്വന്തം തടി സുരക്ഷിതമാക്കിയപ്പോൾ പാവം ജനങ്ങളാണ് ഇപ്പോൾ പെട്ട അവസ്ഥയിലെത്തിയത്. ദ ടൈംസ് സ്ഥിരീകരിച്ച സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി സൈനിക സൗകര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ടെൽ അവീവിന്റെ ഒരു ഭാഗത്ത് ആക്രമണം നടക്കുന്നത് വ്യക്തമായിട്ട് കാണാം. 19 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിൽ ഇസ്രായേലിന്റെ അയൺ ഡോം ഇറാനിയൻ മിസൈലിനെ തടയാൻ ശ്രമിക്കുന്നതും വ്യക്തമാണ്. എന്നാൽ ആ പ്രതിരോധത്തെ മറികടന്നുകൊണ്ടാണ് ഇറാന്റെ പ്രതികാരാഗ്നിയുമായി എത്തിയ മിസൈൽ താഴികക്കുടം തകർത്ത് ഇസ്രായേലിന്റെ മണ്ണിൽ തീമഴ പെയ്യിപ്പിച്ചത്. ക്ലിപ്പ് ആരംഭിക്കുന്നത് പുറത്തേക്ക് പോകുന്ന പ്രൊജക്ടലുകൾ വലിയ ശബ്ദത്തോടെയാണ്. തുടർന്ന് ഒരു ബോൾട്ട് ലൈറ്റും ബൾട്ടും ഒരു തീഗോളവും കെട്ടിടത്തിലേക്ക് ഒരു വലിയ പൊട്ടിത്തെറിയോടെ പതിക്കുന്നു. IDF ആസ്ഥാനത്തിന് സമീപമുള്ള നഗരമധ്യത്തിലെ ഒരു ലാൻഡ്മാർക്കായ ടെല്ലവീവിലെ കിരിയ പ്രദേശത്തുള്ള മാഗ്നറ്റ് ടവറും പശ്ചാത്തലത്തിൽ കാണാം. ഒരു ശക്തിക്കും മുന്നിൽ തോറ്റുകൊടുക്കില്ല എന്ന അഹങ്കാരത്തോടെ ജൂതരാഷ്ട്രം സ്വന്തമാക്കിയ, അമേരിക്കയിൽ നിന്നും സ്വന്തമാക്കിയ മിസൈലാണ് ഇപ്പോൾ ഇറാന്റെ പ്രതികാര ചൂടിൽ വെന്തമർന്ന് വെണ്ണീരായി പോയത്. എന്താണ് അയൺ ഡോം എന്നതിനെ കുറിച്ചും ഇസ്രായേലിന് അതെന്തിനായിരുന്നു എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ശത്രു നടത്തുന്ന വ്യോമമാർഗമുള്ള ഏത് ആക്രമണത്തെയും ആകാശത്ത് വെച്ച് തകർക്കുന്നതിന് ഇസ്രായേലിന്റെ കൈവശമുള്ള അത്യാധുനിക സംവിധാനമാണ് ഈ അയൺ ഡോം. ശത്രുവിന്റെ ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയൺ ഡോം ചെയ്യുന്നത്. റോക്കറ്റുകൾ, മോർട്ടാറുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ തകർക്കാൻ അയൺ ഡോമിന് കഴിയും. ഇസ്രായേലിനു നേരെ ഒരു റോക്കറ്റ് വർഷിക്കുമ്പോൾ റഡാർ ഇത് കണ്ടെത്തുകയും ആയുധ നിയന്ത്രണ സംവിധാനത്തിന് വിവരം കൈമാറുകയും ചെയ്യും. 3 യൂണിറ്റുകളാണ് ഒരു അയൺ ഡോമിന് സാധാരണയായി ഉണ്ടാവുക. ശത്രു തൊടുത്തുവിടുന്ന റോക്കറ്റുകളെ തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനം, പ്രത്യാക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം, അതായത് ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ സിസ്റ്റം BMC ഒക്കെയാണിത്. മിസൈലുകൾ, തൊടുത്തുവിടുന്ന 3 ലോഞ്ചറുകൾ എന്നിവ അടങ്ങുന്നതാണ് ഈ അയൺ ഡോമിന്റെ ഒരു ബാറ്ററി. ഓരോ ലോഞ്ചിലും 20 പ്രത്യാക്രമണ മിസൈലുകളും തയ്യാറായിരിക്കും. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് ഇതിൽ ഉപയോഗിക്കുന്ന താമിർ മിസൈലുകൾ. മേൽപ്പറഞ്ഞ 3 യൂണിറ്റുകളും വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കും സ്ഥാപിച്ചിരിക്കുന്നത്. മറ്റു റോക്കറ്റ് ലോഞ്ചർ ബാറ്ററികളുമായി അയൺ ലോഞ്ചറിനുള്ള പ്രധാന വ്യത്യാസവും ഇത് തന്നെയാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന ലോഞ്ചറുകളെ വയർലെസ് സംവിധാനത്തിലൂടെ ആയിരിക്കും നിയന്ത്രിക്കുന്നത്. ഓരോ ബാറ്ററിക്കും 150 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. രാത്രിയും പകലും പ്രതികൂല കാലാവസ്ഥയിലും അയൺ ഡോമിന് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കാനാകും. 2006-ൽ ഇസ്രായേലും ലെബനനും തമ്മിൽ നടന്ന യുദ്ധത്തെ തുടർന്നാണ് ഇസ്രായേൽ ഇത്തരമൊരു വ്യോമ പ്രതിരോധ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും. ഈ യുദ്ധത്തിൽ ലെബനൻ തൊടുത്തുവിട്ട ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിൽ മാരകാക്രമണമാണ് നടത്തിയത്. തൊട്ടടുത്ത വർഷം തന്നെ തങ്ങളുടെ നഗരങ്ങൾക്കു നേരെയുള്ള വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്നതിന് പുതിയൊരു വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ റഫാൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം വികസിപ്പിച്ചത്. അയൺ ഡോം ഗവേഷണ വിഭാഗത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായവുമുണ്ട്. 2016-ൽ $5 ബില്യൺ അമേരിക്ക ഇതിനായി ചെലവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ.
അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂട്ട പരിശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഇപ്പോൾ കൊണ്ടുവച്ച അയൺ ഡോം ഒന്നിനും കൊള്ളാത്ത ബ്രഹ്മാസ്ത്രമാണെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഹമാസിന്റെ മുന്നിൽ പോലും പതറിപ്പോയ അയൺ ഡോമിന് എങ്ങനെയാണ് ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക, അല്ലേ? എന്തായാലും ഇസ്രായേൽ തുടങ്ങിവെച്ച യുദ്ധം ഇറാൻ മുഴുവിപ്പിക്കുക തന്നെ ചെയ്യും. ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാൻ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞുവെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഇസ്രായേൽ തുടങ്ങിവെച്ച ആക്രമണങ്ങൾക്ക് കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇസ്രായേലിന് യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപവും സ്ഫോടനമുണ്ടായിട്ടുണ്ട്. പ്രത്യാക്രമണങ്ങൾ നേരിടാൻ ഇസ്രായേലിലെ പല നഗരങ്ങളിലും മുന്നറിയിപ്പ് സൈറണുകളും മുഴങ്ങിക്കഴിഞ്ഞു. ജെറുസലേമിലും തെൽ അവീവിലും വ്യോമാക്രമണ മുന്നറിയിപ്പും സൈറണുകളും മുഴങ്ങിക്കഴിഞ്ഞു. തെൽ അവീവിൽ സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ മൊത്തം ഭീഷണിയായിട്ടാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. ഇസ്രായേലിനെ ഇറാൻ വിശേഷിപ്പിക്കുന്നത് വലിയ ഭീഷണി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ഒരു തരത്തിലുള്ള സമവായത്തിനും ഇറാൻ തയ്യാറാകില്ല. ഇറാനെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളെയും ഭയന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനിൽ വ്യാപകമായി ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ ഇറാൻ വലിയ ശക്തിയാകുമെന്ന ഭയം ഇസ്രായേലിനും ഇസ്രായേലിനെ നോക്കുന്ന അമേരിക്കയ്ക്കുമുണ്ട്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക മേധാവിമാർ കൊല്ലപ്പെട്ടുവെങ്കിലും തന്ത്രപ്രധാന ആണവ കേന്ദ്രത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. 15 ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്ന വെളിപ്പെടുത്തലും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഇറാൻ ഇത് മനസ്സിലാക്കിയിരുന്നു. മുന്നേ കൂട്ടി കണ്ടതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അവർ നിയന്ത്രിക്കുന്നത്. നിരവധി ആയുധങ്ങൾ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. 1980കളിലെ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് ജൂൺ 13-ന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചടിയും അത്രയും വ്യാപ്തിയുള്ളതായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ചോരയ്ക്ക് പകരം ചോര എന്ന് തന്നെയാണ് ഇറാൻ സൈന്യം പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ശപഥം ചെയ്തിട്ടുമുണ്ട്. ഇസ്രായേൽ ആക്രമണം നടത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിന്റെ തന്ത്രപരമായ സ്ഥലങ്ങളിൽ ഇറാൻ അതിശക്തമായ വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. കാര്യങ്ങൾ ഇസ്രായേലിന്റെ കൈവിട്ടു പോകുമെന്നതിന്റെ സൂചന കൂടിയാണിത്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രായേലിലെ 150 കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇറാൻ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ ഉപയോഗിച്ച അമേരിക്കയുടെ അഭിമാനമായ 3 F-35 വിമാനങ്ങളും ഇറാൻ സേന വെടിവെച്ചിട്ടതിൽ പെടുന്നതാണ്. ഇന്ന് പുലർച്ചെയാണ് ഇറാനെതിരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയത്. ഇറാൻ വിപ്ലവ സേനയുടെ തലവനടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇറാൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായതിനാലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തു. അമേരിക്കയുടെ പിന്തുണയോടെയാണ് ആക്രമണമെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ ഭീഷണി മുഴക്കുകയാണ്. തിരിച്ചടി ഉണ്ടായേക്കാമെന്ന സൂചനയിൽ ഇസ്രായേലി നഗരങ്ങളിൽ കനത്ത ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഹചര്യം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യക്കാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ എംബസി വെള്ളിയാഴ്ച പുറത്തിറക്കിയ അറിയിപ്പിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള മുന്നറിയിപ്പുകൾ പുറത്തുവിടുകയായിരുന്നു. രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരും ഇന്ത്യൻ വംശജരും ജാഗ്രത പാലിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. എംബസിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പിന്തുടരുകയും പ്രാദേശിക അധികൃതർ നൽകുന്ന സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും ഈ അറിയിപ്പിൽ എംബസി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേലിനെ മുച്ചോട് മുടിപ്പിച്ചിട്ടേ ഇനി ഇറാൻ അടങ്ങിയിരിക്കൂ. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.